നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ 25 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചതുമൂലം കോത്തകുറിശ്ശിയിലെ KCB ഓഫീസും അടച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മഞ്ചേരി നിത്യ മാർക്കറ്റ് താൽക്കാലികമായി അടച്ചു. ഇവിടെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 300-ലധികം ആളുകളുടെ സ്രവ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലം വന്നതുപ്രകാരം 70 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് പ്രതിരോധം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ മണ്ണാർക്കാട് പ്രവർത്തന സജ്ജമാകുന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കോവിഡ് രോഗികൾക്ക് പരിചരണം നിഷേധിക്കുന്നു എന്ന ആരോപണം തള്ളി ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങാൻ നടപടി ആരംഭിച്ചെന്നും ചെയർപേഴ്സൺ. കാറൽമണ്ണ കളത്തുംകുണ്ട് കോളനിയിലെ PMAY ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം വിജിലൻസ് അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് വാർഡംഗം KM ഇസ്ഹാഖ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയും നടന്നിട്ടില്ലെന്നും ഇസ്ഹാഖ് കൂട്ടിച്ചേർത്തു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ കോവിഡ് രോഗികൾക്ക് വിദഗ്ധമായ പരിചരണം നിഷേധിച്ചു എന്ന BJPയുടെ ആരോപണം തെറ്റാണെന്ന് ചെർപ്പുളശ്ശേരി നഗരസഭ അധ്യക്ഷ ശ്രീലജ വാഴക്കുന്നത്ത്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ തുടങ്ങാനുള്ള എല്ലാ നടപടികളും നഗരസഭ സ്വീകരിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഇന്നലെ ചെർപ്പുളശ്ശേരിയിലെ പല പത്രമാധ്യമങ്ങളിലും അവർ നേരിട്ട് വിളിച്ച് അന്വേഷിക്കുന്ന ഒരു ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു അറിയിപ്പ് തരുന്നത്. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ കാറൽമണ്ണയിലും ശങ്കർ ഹോസ്പിറ്റലിലും 2 CFLTC സെന്ററുകളാണ് നമുക്ക് തുടങ്ങാനായിട്ട് നിർദ്ദേശം ലഭിച്ചത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് അതിന്റെ അധികാരിയായിട്ടുള്ളത്. അവരുടെ നിർദ്ദേശപ്രകാരം അവിടെ ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുകയാണ്. 2 സെന്ററുകളുമായി 200-ഓളം ബെഡുകൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അത് തുറക്കാനുള്ള അധികാരവും അതിന്റെ തുടർന്നുള്ള കാര്യങ്ങളും നിർദ്ദേശം വന്നതിനു ശേഷമേ നഗരസഭയ്ക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അറിയിക്കാനുള്ളത്. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ കോവിഡ് രോഗികൾക്കുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ തുടങ്ങുന്നതിന് വേണ്ടി ശങ്കർ ആശുപത്രിയും കാറൽമണ്ണയിലെ CCST കോളേജും നഗരസഭ ഏറ്റെടുത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നതിന് സർക്കാർ തലത്തിൽ നിന്നും ഒരു നിർദ്ദേശങ്ങളും വന്നിട്ടില്ലെന്നും നഗരസഭ അധ്യക്ഷ ശ്രീലജ വാഴക്കുന്നത്ത് പറഞ്ഞു. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രങ്ങൾ തുറക്കുന്നതിന് തീരുമാനമെടുക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനങ്ങളും നഗരസഭയ്ക്ക് എടുക്കാൻ സാധിക്കില്ലെന്നും BJP ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്നും നഗരസഭ അധ്യക്ഷ ശ്രീലജ വാഴക്കുന്നത്ത് പറഞ്ഞു. നമുക്ക് ജില്ലാ കളക്ടറുടെയോ DMOന്റെയോ നിർദ്ദേശം ലഭിക്കാതെ നഗരസഭയ്ക്ക് നേരിട്ട് CFLTC സെന്റർ തുടങ്ങാനോ അതിൽ ആളുകളെ രോഗികളെ താമസിപ്പിക്കുന്നതിനോ സാധിക്കില്ല എന്നതാണ് അറിയിക്കാനുള്ളത്. കാരണം ആ സെന്ററുകളിലെല്ലാം തന്നെ ആവശ്യമായ ആരോഗ്യ പ്രവർത്തകര്, വളണ്ടിയർ, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകളെ നിയോഗിക്കേണ്ട ഉത്തരവാദിത്വം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ നിർദ്ദേശം ലഭിച്ചാൽ നഗരസഭ അതിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. CCN ന്യൂസ് ചെർപ്പുളശ്ശേരി. വിശദമായ വാർത്തകളിലേക്ക്. ചെർപ്പുളശ്ശേരിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ 25 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചതുമൂലം കോത്തകുറിശ്ശിയിലെ KCB ഓഫീസും അടച്ചു. ചെർപ്പുളശ്ശേരിയിൽ വ്യാഴാഴ്ച നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 25 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. 140 പേരെ പരിശോധിച്ചതിൽ നിന്നാണ് വാർഡ് 13-ലെ ഒരു വീട്ടിലെ 11 പേർക്കും മറ്റു 2 പേർക്കും, വാർഡ് 10-ലെ 2 പേർക്കും, വാർഡ് 12-ലെ 2 പേർക്കും, വാർഡ് 17-ലെ 2 പേർക്കും, വാർഡ് 23-ലെ 5 പേർക്കും, തൃക്കടേരി പഞ്ചായത്തിലെ വാർഡ് 11-ലെ ഒരാൾക്കും കോവിഡ് സ്ഥിരീകരിച്ചത്. കൂടാതെ കോതകുറിശ്ശി KSB ഓഫീസിലെ 16 ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഓഫീസ് താൽക്കാലികമായി അടച്ചു. CCN ന്യൂസ് ചെർപ്പുളശ്ശേരി. കാറൽമണ്ണ കളത്തുംകുണ്ട് കോളനിയിലെ PMAY ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം വിജിലൻസ് അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് വാർഡംഗം KM ഇസ്ഹാഖ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയും നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആക്ഷേപവും പരാതിയും ആര് കൊടുത്താലും അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. തീർച്ചയായും ആ നിലയിൽ വിജിലൻസ് അവരുടെ ദൗത്യം അവർ നിർവഹിക്കും. അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ പറയാനുള്ളത്.
ചെർപ്പുളശ്ശേരി നഗരസഭ പരിധിയിലെ കാറൽമണ്ണ കളത്തുംകുണ്ട് 4 സെന്റ് കോളനിയിൽ PMAY ലൈഫ് ഭവന പദ്ധതിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും വാർഡ് കൌൺസിലറും നഗരസഭാ ഭരണസമിതിയും അഴിമതി നടത്താൻ കരാറുകാരന് കൂട്ടുനിന്നു എന്നുമായിരുന്നു CPMന്റെ ആരോപണം. നിർമ്മാണം പൂർത്തിയാകാത്ത വീടുകളുടെ പണി പൂർത്തിയായി എന്ന് കാണിച്ച് കരാറുകാരൻ ഗുണഭോക്താക്കളിൽ നിന്ന് മുഴുവൻ പണവും കൈപ്പറ്റിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കാണിച്ച് MLA PK ശശി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. പരാതിയിന്മേൽ നടപടികൾ പൂർത്തിയാക്കി വിജിലൻസിന് കൈമാറി. PMAY മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്തിരിക്കണം. അത് അതാത് സമയങ്ങളിൽ മോണിറ്ററിംഗ് ഉണ്ട്. ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം പോകുന്നത്. 4 ലക്ഷം രൂപ കൊണ്ട് 500, 550, 600, 640 സ്ക്വയർ ഫീറ്റ് വീട് കയറ്റാൻ പറ്റില്ല എന്ന് ആർക്കും പരിശോധിച്ചാൽ അറിയാവുന്ന, നമ്മളെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഞങ്ങളെ അവിടെ വാർഡില് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് സ്വന്തം നിലയ്ക്ക് ചെയ്തവരുണ്ട്, പലരെ കൊണ്ട് പണിയെടുപ്പിച്ച് ചെയ്യിപ്പിച്ചവരുണ്ട്. ഉദ്യോഗസ്ഥന്മാർ അതാത് മാനദണ്ഡം അനുസരിച്ച് അവർ അത് പോയി മോണിറ്റർ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് അതാത് ഘട്ടങ്ങളിൽ അതിന് പണവും അനുവദിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതല്ലാതെ അതിനപ്പുറത്തെ എനിക്കക്കാര്യത്തിൽ ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള ആശങ്കയില്ല. എല്ലാ തരത്തിലുള്ള അന്വേഷണവും വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ അന്വേഷണം എന്നാൽ ആളുകൾക്ക് ഇപ്പോഴുണ്ടായിട്ടുള്ള പുകമറ, കാരണം കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ ഞാൻ പുലർത്തിയ വിശ്വാസ്യതയും സുതാര്യതയും ഈ നാട്ടുകാർക്ക് അറിവുള്ളതാണ്. അതിനെ കരിവാരിത്തേക്കാനും തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമമായി മാത്രമേ എനിക്കതിനെ കാണാനുള്ളൂ. എനിക്കതിൽ ആരോടും പരിഭവമൊന്നുമില്ല. ചെർപ്പുളശ്ശേരിയിലെ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്, അവർക്ക് എന്നിലും അവിശ്വാസമുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയായ PMAY ലൈഫ് ഭവന പദ്ധതിയിൽ അഴിമതി നടത്താൻ സാധ്യമല്ലെന്നും പദ്ധതി സുതാര്യമാണെന്നും ആരോപണ വിധേയനായ വാർഡ് കൌൺസിലർ KM ഇസ്ഹാഖ് വ്യക്തമാക്കി. സംഭവത്തിൽ നഗരസഭ ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കുകയും ഫയലുകൾ പരിശോധിക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉണ്ട് എന്നുള്ള തോന്നൽ ഇപ്പൊ എനിക്കില്ലല്ലോ. അതങ്ങനെ വന്നാലല്ലേ പറയണ്ടു. അങ്ങനെ വരാൻ പോണുണ്ട് എന്ന് വിചാരിച്ചിപ്പോ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വന്നാൽ എന്താണെന്നല്ല, ഇതിനോട് ഉത്തരവാദപ്പെട്ട നഗരസഭ ഉദ്യോഗസ്ഥന്മാരുണ്ട്, നഗരസഭയെ ഭരിക്കുന്ന ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ തുടങ്ങിയ ആളുകളുണ്ട്. ഞാനൊരു കൗൺസിലർ മാത്രമാണല്ലോ. ഉദ്യോഗസ്ഥന്മാര് അവരാണല്ലോ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്. അവരതിന് കൃത്യമായി അതിന്റെ മറുപടി പറയും. അല്ല, വരാൻ പോകുന്ന ഒരു കാര്യം വിചാരിച്ചപ്പോ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം, എന്റെ അറിവിൽ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അഴിമതി നടത്താൻ കഴിയില്ല ഇക്കാര്യത്തിൽ. അതാ വീട് കൊടുത്ത ഇവിടെ നിങ്ങൾക്കത് തെളിവാണല്ലോ. അവിടുത്തെ ആളുകൾ മുഴുവൻ ഒന്നടങ്കം ഇവിടെ വന്നല്ലോ. അവരവരെ ജോലി പണി മെനക്കെടുത്തിയിട്ട് അവരെ താല്പര്യപ്രകാരമാണല്ലോ അവരിവിടെ വന്ന് ചെയർപേഴ്സനെയും സെക്രട്ടറിയൊക്കെ കണ്ട്. ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങളോട് ഈ പണിയെടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അവർ സഹായം, മക്കളെ പോലെയുള്ള ആളുകളാണ്, സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെ, ഒരു തെരഞ്ഞെടുപ്പ് വരെ മാത്രം ആയുസ്സുള്ള ഒരാരോപണമായി മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് അനുസൃതമായി നഗരസഭയെ അപകീർത്തിപ്പെടുത്താൻ, കാരണം നിരവധിയായ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ എല്ലാവരുടെയും ഒന്നടങ്കുള്ള പിന്തുണ ആർജിച്ച ഒരു ഭരണസമിതിയെ തേജോവധം ചെയ്യാൻ എന്നെ കൂട്ടത്തിൽ എന്നെയും വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമമായി മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. CCN ന്യൂസ്, ചെർപ്പുളശ്ശേരി. കോവിഡ് ലോക്ഡൌൺ കാലത്ത് ജനമൈത്രി നോഡൽ ഓഫീസ്, നാർക്കോട്ടിക് സെല്ലും ജനമൈത്രി പോലീസും സംയുക്തമായി നടത്തിയ കവിതാലാപന മത്സരത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആകാശിന് 3ാം സ്ഥാനം ലഭിച്ചു. കൊച്ചുപടക്കനാണ് 3ാം സ്ഥാനത്ത്, ആകാശ് 3ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കൊച്ചുമുടക്കനെ ആദരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചടങ്ങോടെ വെച്ചിട്ടുള്ളത്. ആദരിക്ക് ആദ്യമായി നമ്മുടെ വിശിഷ്ടാതിഥി ആകാശിനെ സ്വാഗതം ചെയ്യുന്നു. CA സാറ്, ഹംസ സാറ്, ജനമൈത്രിയുടെ മറ്റ് അംഗങ്ങൾ നമ്മുടെ ഈ കുട്ടിയെ നമ്മൾ ഇങ്ങനെ ഒരു കോവിഡ് വ്യാപനത്തെ തുടർന്ന് മഞ്ചേരി നിത്യ മാർക്കറ്റ് താൽക്കാലികമായി അടച്ചു. ഇവിടെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 300-ലധികം ആളുകളുടെ ശവസാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലം വന്നതുപ്രകാരം 70 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അതിനാലാണ് മാർക്കറ്റ് താൽക്കാലികമായി അടച്ചത്.
മഞ്ചേരി നിത്യമാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളികളിൽ ചിലർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് 3 ദിവസങ്ങളിലായി തൊഴിലാളികളെയും വ്യാപാരികളെയും ഉൾപ്പെടുത്തി RT-PCR പരിശോധന നടത്തിയത്. 300-ലധികം പേരുടെ സ്രവ സാമ്പിളുകളാണ് ശേഖരിച്ചത്. പരിശോധനാ ഫലം വന്നതിൽ 70 പേർക്ക് പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചതോടെ പച്ചക്കറി പലചരക്ക് വ്യാപാരം നടക്കുന്ന മാർക്കറ്റിന്റെ ഒരു ഭാഗം അടച്ചു. ഇനിയും പരിശോധനാ ഫലം ലഭ്യമാവാനുണ്ട്. മാർക്കറ്റിൽ സമ്പർക്ക സാധ്യതയുള്ളവരെയും വരും ദിവസങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയരാക്കും. മാർക്കറ്റിൽ നിന്നുള്ള സമ്പർക്ക വ്യാപനം കൂടാതിരിക്കാനുള്ള നടപടികൾ കർശനമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. CCN ന്യൂസ് മഞ്ചേരി. കണ്ണൂർ യൂണിവേഴ്സിറ്റി MA ജേർണലിസം 1ാം റാങ്കോടെ പാസ്സായ മണ്ണാർക്കാട് പെരുമ്പിടാരി സ്വദേശിനി ഷബ്ന ശശിയെ യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി ഷബ്നയ്ക്ക് സമ്മാനം നൽകി. കണ്ണൂർ യൂണിവേഴ്സിറ്റി MA ജേർണലിസം 1ാം റാങ്കോടെ പാസ്സായ മണ്ണാർക്കാട് പെരുമ്പടാരി സ്വദേശിനി ഷബ്ന ശശിയെ യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി ഷബ്നയ്ക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു. മണ്ണാർക്കാടിന്റെ ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 1ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയുടെ കൂടെ ആ പരിപാടിയുടെ അനുമോദനത്തിന്റെ ഭാഗമാകാനും അവരെ അഭിനന്ദിക്കാനും ആ സന്തോഷത്തിൽ പങ്കുചേരാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മണ്ണാർക്കാടിൻ്റെ അഭിമാനമായി മാറി നമുക്ക് എല്ലാവർക്കും വേണ്ടി 1ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. മണ്ണാർക്കാട്ടിൽ ഇത്തരം വിദ്യാർത്ഥികളും ഇത്തരം പഠിതാക്കളും ഒക്കെ കടന്നു വന്ന് നാളുകളിലെ മണ്ണാർക്കാടിൻ്റെ മാറ്റങ്ങൾക്ക് ഇവരെ പോലെയുള്ള തലമുറ മാറി വരണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആഗ്രഹം. യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അജേഷ് M അധ്യക്ഷനായി. നേതാക്കളായ രമേശ് ഗുപ്ത, ആദർശ്, അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് പ്രതിരോധം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ മണ്ണാർക്കാട് പ്രവർത്തന സജ്ജമാകുന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കോവിഡ് പ്രതിരോധം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ മണ്ണാർക്കാട് പ്രവർത്തന സജ്ജമാകുന്നു. ജില്ലയിലെ കോവിഡ് നിരക്ക് ദിനംപ്രതി ഉയരുന്ന സാഹചര്യത്തിലാണ് ട്രീറ്റ്മെന്റ് സെന്ററുകൾ സജ്ജമാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത്. തുടർന്ന് താലൂക്കിലുടനീളം പ്രാദേശിക ഭരണ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി തഹസിൽദാർ R ബാബുരാജ് അറിയിച്ചു. എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സെക്ടറൽ ഓഫീസർ ആൻഡ് കോവിഡ് സെന്റിനന്റൽമാരെ നിയമിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ചുള്ള നിയമന ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ലോക്കൽ ബോഡികളുടെ അടിസ്ഥാനത്തിൽ ഓരോ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലേക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട സമയമാണ്. ആദ്യപടിയായി മണ്ണാർക്കാട് MES കോളേജിലെ കേന്ദ്രമാണ് ഒരുക്കുന്നത്. തിങ്കളാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കാനാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി നഗരസഭാ സെക്രട്ടറി ശ്രീരാഗ് പറഞ്ഞു. കിടക്കകൾ ഉൾപ്പെടെ തയ്യാറായിട്ടുണ്ട്. സെന്ററിൽ പ്രവേശിപ്പിക്കുന്നവർക്കുള്ള ഭക്ഷണം കുടുംബശ്രീ മുഖേന ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബെഡെല്ലാം ഏകദേശം റെഡിയായിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം പേഷ്യൻസിനും മറ്റുള്ള ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീ മുഖാന്തരമാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇൻസിനറേറ്റർ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളും കൂടെ ഇനി എത്തേണ്ടതായിട്ടുള്ളൂ. ആദ്യമേ തുടങ്ങുന്നത് MES കോളേജിലാണ്. അവിടെ 190 ബെഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 10 ബാത്റൂമുകൾ താൽക്കാലികമായിട്ടും അല്ലാതെയുമുള്ള 10ഓളം ബാത്റൂമുകളും അതിൽ തയ്യാറാക്കിയിട്ടുണ്ട്. MES കോളേജിലെ കേന്ദ്രം മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയാക്കിയതാണ്. ക്യാമ്പസിലെ 5 ബ്ലോക്കുകളിലായാണ് മുറികൾ താമസയോഗ്യമാക്കിയിട്ടുള്ളത്. പയ്യനടം റോഡ് ഭാഗത്തുള്ള ഗേറ്റ് വഴി മാത്രമാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത്. കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചെങ്കിലും ചികിത്സാ കേന്ദ്രത്തിനും അഡ്മിഷൻ വാങ്ങാനായി എത്തുന്ന വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമില്ലെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഈ ഒരു സമയം നമുക്കറിയാം, യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും സ്ഥാപനത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ അതൊക്കെ നടക്കും എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും വേണ്ടി അറിയിക്കുകയാണ്. അതിന് രണ്ട് രീതിയിൽ തന്നെ 2 ഭാഗങ്ങളിലായിക്കൊണ്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടും അത്തരം അഡ്മിഷൻ പ്രോസസ്സിന് ഉണ്ടാവില്ല എന്നും കൂടി അറിയിക്കും. ഫസ്റ്റ് ലെവൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് നമുക്ക് എൻട്രൻസ് രണ്ടും 2 രീതിയിൽ തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നിലവിൽ യാതൊരുവിധ സമ്പർക്കം ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിൽ തന്നെയും വീടുകളിൽ തീർത്തും കഴിയാൻ സാധിക്കാത്ത നിസ്സഹായരായ കോവിഡ് ബാധിതരെ മാത്രമേ
ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ പ്രവേശിപ്പിക്കുകയുള്ളൂവെന്ന് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ NN പമീലി അറിയിച്ചു. നിലവിൽ വീട്ടിലെ ഹോം ഐസൊലേഷൻ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നിരുന്നാലും വീട്ടിൽ നിൽക്കാൻ നിർവാഹമില്ല, രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിലും വീട്ടിൽ തീരെ നിൽക്കാൻ നിർവാഹമില്ല, അതല്ലെങ്കിൽ ചെറിയ രോഗലക്ഷണങ്ങളും അനുബന്ധ അസുഖങ്ങളും ഉണ്ട്, പ്രമേഹം, ഹാർട്ടിന് അസുഖം, അതുപോലെ എന്തെങ്കിലും ഗുരുതരമായ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അവരെ മാത്രമേ CFLTCയിലേക്ക് മാറ്റുകയുള്ളൂ. അതും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മാത്രം. UP ഹത്രാസിലെ ദളിത് പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കുക, സവർണ സംഘ ഭീകരതയിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് ജില്ലയിൽ ഉടനീളം പ്രതിഷേധ കൂട്ടങ്ങൾ സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലയിലെ 3000 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ കൂട്ടങ്ങൾ സംഘടിപ്പിച്ചത്. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കിഴൂപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ഹത്രാസിലെ ദളിത് പെൺകുട്ടിയെ കൊന്നൊടുക്കിയ സവർണവംശീയ രാഷ്ട്രീയം തന്നെയാണ് രാജ്യത്തുടനീളം സംഘപരിവാർ ശക്തികൾ നടപ്പിലാക്കുന്നത് എന്നും ഇത് തകർക്കുക രാജ്യത്തെ ജനാധിപത്യത്തെയും നീതിന്യായ സംവിധാനത്തിലുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവസാന പ്രതീക്ഷകളെയുമാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കിഴൂപ്പറമ്പ് പറഞ്ഞു. പ്രതിഷേധ കൂട്ടങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വഡേരി, ട്രഷറർ A ഫാറൂഖ്, വൈസ് പ്രസിഡന്റുമാരായ സുഭദ്ര വണ്ടൂർ, ശ്രീനിവാസൻ മേലാറ്റൂർ, മുനീബ് കാരക്കുന്ന്, സെക്രട്ടറിമാരായ മുഹമ്മദ് പൊന്നാനി, അഷ്റഫ് വൈലാത്തൂർ, ആരിഫ് ചൂണ്ടയിൽ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ കൂട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. CCI ന്യൂസ് മലപ്പുറം. കർണാടക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും മാനേജ്മെന്റ് സ്റ്റഡീസിൽ PhD നേടിയിരിക്കുകയാണ് കാറൽമണ്ണ സ്വദേശി PH ഹരിത. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ അധ്യാപികയാണ് ഹരിത. ആലിപ്പറമ്പ് കാളിക്കടവ് പാലത്തിന് ചിറകുമുളയ്ക്കുന്നു. പാലം നിർമ്മാണ കമ്മിറ്റി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും കേരള ധനകാര്യമന്ത്രിക്കും നിവേദനം നൽകി. മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയിൽ തൂതപ്പുഴയ്ക്ക് കുറുകെ കാളിക്കടവിൽ പാലം നിർമ്മാണത്തിനായി 12 കോടി രൂപ മതിപ്പു ചെലവിൽ മഞ്ചേരി PWD വിഭാഗം തയ്യാറാക്കിയ പദ്ധതിക്ക് സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2019-20 ബജറ്റിൽ ടോക്കൺ മണി വകയിരുത്തുകയുണ്ടായി. തുടർന്ന് PWD മഞ്ചേരി ഡിവിഷനിൽ നിന്നും സൈറ്റിൽ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം മാർക്ക് ചെയ്തു. 145 മീറ്റർ നീളവും 12 മീറ്റർ വീതിയിലുമായി സുമാർ 42 സെന്റ് സ്ഥലം പുഴക്കരയിൽ വിലയ്ക്ക് വിട്ടുതരുന്നതിന് സ്ഥലമുടമകൾ തയ്യാറായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സ്ഥലം പ്രതിഫലം നൽകി അക്വയർ ചെയ്യുന്നതിന് സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും പാലം നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനായി DP തയ്യാറാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്നും സർക്കാരിനോട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ MP മോഹൻ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. CCI ന്യൂസ് പെരിന്തൽമണ്ണ. കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ പെരിന്തൽമണ്ണ താലൂക്ക് ശക്തമാക്കുന്നു. കോവിഡ് വ്യാപനം തടയുന്നതിന് നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉറപ്പുവരുത്തുന്നതിനായുള്ള നടപടികളാണ് താലൂക്ക് തലത്തിൽ ശക്തമാക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ നോഡൽ ഓഫീസർ കൂടിയായ പെരിന്തൽമണ്ണ തഹസിൽദാർ PT ജാഫർ അലിയുടെ നേതൃത്വത്തിലാണ് താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തനം ക്രമീകരിക്കുന്നതിനായി സ്ക്വാഡുകൾ രൂപീകരിച്ചിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധിച്ച് കോവിഡ് മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും സ്ക്വാഡുകൾ ഉറപ്പുവരുത്തും. സ്ക്വാഡുകളുടെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കേണ്ടതാണെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാത്ത പക്ഷം 1987 പകർച്ചവ്യാധി തടയൽ നിയമപ്രകാരവും IPC സെഷൻ 188 പ്രകാരവും കർശന നടപടികൾ കൈക്കൊള്ളുന്നതാണെന്നും തഹസിൽദാർ അറിയിച്ചു. പൊതുജനങ്ങൾ മാസ്കുകൾ ധരിക്കാതിരിക്കുകയോ ശരിയായി ഉപയോഗിക്കാതിരിക്കുകയോ കാണുന്ന പക്ഷം ഉടൻ തന്നെ പിഴയടയ്ക്കൽ നടപടി കൈക്കൊള്ളുന്നതായിരിക്കും. പൊതുജനങ്ങൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, വ്യാപാരശാലകൾ, മറ്റു കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ തെർമോമീറ്റർ, ഗൺ, സാനിറ്റൈസർ, ഹാൻഡ് വാഷ് എന്നിവ ഉറപ്പുവരുത്തേണ്ടതാണെന്നും അല്ലാത്ത പക്ഷം കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കുമെന്നും തഹസിൽദാർ അറിയിച്ചു. CCI ന്യൂസ് പെരിന്തൽമണ്ണ.
പെരിന്തൽമണ്ണ നഗരമധ്യത്തിൽ കിണറ്റിൽ വീണ പോത്തിൻകുട്ടിയെ സാഹസികമായി കരക്കെത്തിച്ച് അഗ്നിശമന സേന. പെരിന്തൽമണ്ണ വ്യാപാര ഭവൻ ഭൂമിയിലുള്ള കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള കിണറ്റിലാണ് ബുധനാഴ്ച ഉച്ചയോടെ പോത്തിൻകുട്ടി വീണത്. പെരിന്തൽമണ്ണ നഗരത്തിലെ സംഗീത റോഡിൽ ശിവക്ഷേത്രത്തിന് സമീപം വ്യാപാര ഭവൻ സ്ഥലത്തെ കിണറ്റിലാണ് പോത്തിൻകുട്ടി വീണത്. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. കെട്ടിടത്തിലെ ഉൾഭാഗത്തുള്ള ആൾമറയില്ലാത്ത കിണറ്റിലേക്കാണ് പോത്തിൻകുട്ടി വീണത്. പോത്തിൻകുട്ടി കിണറ്റിൽ വീണതറിഞ്ഞ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി രക്ഷിക്കുകയും ചെയ്തു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ SN സനൽ, S അനി, മുജീബ് റഹ്മാൻ, സോനു, അനീഷ്, മുരളി എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷപ്പെടുത്തിയത്. CCN ന്യൂസ് പെരിന്തൽമണ്ണ. ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് യാത്ര ഇനി വേണ്ട. 43 പേർക്കാണ് ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള മുന്നറിയിപ്പ് പെരിന്തൽമണ്ണ വാഹന വകുപ്പ് നൽകിയത്. പെരിന്തൽമണ്ണ വാഹന വകുപ്പ് പരിശോധനാ സംഘങ്ങൾ പെരിന്തൽമണ്ണയിലും സമീപ പ്രദേശങ്ങളിലും സജീവമാണ്. ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമറ്റ് നിർബന്ധമായും ഉപയോഗിക്കുന്നത് പരിശോധിക്കാൻ പെരിന്തൽമണ്ണ താലൂക്കിലേക്ക് വാഹന വകുപ്പ് അനുവദിച്ച പരിശോധനാ സംഘങ്ങളാണ് ആദ്യ ദിവസം 43 പേർക്ക് ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. നിയമലംഘനം നടത്തിയ ഡ്രൈവർമാരുടെ ലൈസൻസ് റെക്കോർഡിൽ ഇത് രേഖപ്പെടുത്തുമെന്നും കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പെരിന്തൽമണ്ണ ജോയിന്റ് RTO CU മുജീബ് അറിയിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബിനോയ് വർഗീസ്, ശരത് സേനൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് വീണ്ടും പ്രവർത്തനക്ഷമമായി. ദിവസങ്ങളോളം പ്രവർത്തിക്കാതെ കിടന്ന സിഗ്നൽ ലൈറ്റാണ് ബുധനാഴ്ചയോടെ പ്രവർത്തനക്ഷമമായത്. പെരിന്തൽമണ്ണയിലെ ട്രാഫിക് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി. എന്നും ഊരാക്കുടുക്ക വിട്ടൊഴിയാത്ത പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകൾ തകരാറിലായതിനാൽ കാൽനട വാഹന യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. 3 ദിവസമായി തകരാറിലായ സിഗ്നൽ ലൈറ്റുകളാണ് ബുധനാഴ്ച മുതൽ പ്രവർത്തനമായത്. ഇതോടെ 3 ദിവസമായി തോന്നിയ രീതിയിൽ ഓടിയിരുന്ന വണ്ടികളെല്ലാം നിയമം പാലിച്ച് ഓടിത്തുടങ്ങി. CCN ന്യൂസ് പെരിന്തൽമണ്ണ. വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി 5000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ 200-ലധികം കേന്ദ്രങ്ങളിലാണ് വെൽഫെയർ പാർട്ടി പ്രതിഷേധ കൂട്ടം സംഘടിപ്പിച്ചത്. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ME ഷുക്കൂർ, മണ്ഡലം ജനറൽ സെക്രട്ടറി പത്തത്ത് റഹ്മത്ത്, ട്രഷറർ അഷ്റലി കട്ടുപ്പാറ, മണ്ഡലം വൈസ് പ്രസിഡന്റ് നൌഷാദ് അലി ഏലംകുളം, PT അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN ന്യൂസ് പെരിന്തൽമണ്ണ. മാലിന്യ സംസ്കരണത്തിന് ബയോഡൈജസ്റ്റർ ടോയ്ലറ്റ് സംവിധാനവുമായി ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ. പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ബയോ ടോയ്ലറ്റ് നിർമ്മിച്ചു. മെട്രോമാൻ E ശ്രീധരൻ നേതൃത്വം നൽകുന്ന ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ നേതൃത്വത്തിലാണ് ബയോ ടോയ്ലറ്റ് സംവിധാനം ഒരുക്കുന്നത്. പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത എക്കോ ഫ്രണ്ട്ലി വേസ്റ്റ് മാനേജ്മെന്റ് ടെക്കിയാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലെ സമുദ്രഷിപ്പ് യാർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിൽ ബയോ ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ബാക്ടീരിയകളെ ഉപയോഗിച്ച് അനോറോബിക് ബയോ ഡൈജക്ഷൻ ടെക്നോളജിയിലൂടെ മാലിന്യത്തെ ഉപയോഗയോഗ്യമായ വെള്ളമായും വാതകമായും മാറ്റിയെടുക്കുകയാണ് ഇതിലൂടെ. അതിനാൽ ഇത് തീർത്തും പ്രകൃതി സൗഹാർദ്ദമാണെന്നും മാലിന്യം ഒട്ടും തന്നെ പുറത്തു വരില്ലെന്നുമാണ് അധികൃതർ പറയുന്നത്. ബയോഡൈജസ്റ്റർ എന്നാണ് അതിന് പറയുന്നത്. അതിൽ വേംസാണ് ഉണ്ടാവുക, അണുക്കളുണ്ടായിരിക്കും. ആ ബാക്ടീരിയ ഫോം ചെയ്തുകൊണ്ട് അത് പരിപൂർണമായിട്ട് അതിനെ കംപ്ലീറ്റ് യാതൊരു തരത്തിലുള്ള വിഷയങ്ങളും ഉണ്ടാക്കില്ല. എല്ലാം അത് അണുക്കളെടുത്ത് തിന്നു പോകുന്നുള്ള സിസ്റ്റത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുതിയൊരു മാർഗം ഇത് ഈ മേഖലയിൽ മാത്രം പോരാ, ഇത് സത്യത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ ഇത് വ്യാപിക്കണം. പുഴയുടെ തീരത്തുള്ള എല്ലാ തരത്തിലുള്ള പുഴയുടെ ഇരുഭാഗത്തും വരുന്ന ഏകദേശം ഒരു 100, 150, 200 മീറ്റർ അല്ലേ
200 മീറ്റർ പരിധിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും ഇത്തരം രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ജൈവമായിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ വരണം എന്നാണ് നമുക്ക് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയ്ക്ക് പറയാനുള്ളത്. ആ രീതിയിലുള്ള ഒരു നിയമനിർമ്മാണത്തിലൂടെ മാത്രമാണ് അത് പ്രായോഗികമാകുള്ളൂ. ഇതൊരു സാമ്പിൾ പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ ഇതൊരു സമൂഹത്തിന് നമ്മൾ ഒരു കാണിച്ചു കൊടുക്കുകയാണ്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ബയോ ടോയ്ലറ്റ് സ്ഥാപിക്കുന്നത്. പുഴയോരത്തെ എല്ലാ ആരാധനാലയങ്ങളെയും സ്ഥാപനങ്ങളിലെയും ശൗചാലയങ്ങൾ ഇതേ രീതിയിൽ നിർമ്മിക്കണമെന്നാണ് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ആവശ്യപ്പെടുന്നത്. പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ഓഫീസർ നാരായണ നമ്പൂതിരി, ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ഭാരവാഹികളായ ഡോക്ടർ രാജൻ ചുങ്കത്ത്, അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലി, രാജേഷ് കോളപ്പുറ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ ആദ്യ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല വ്യാഴാഴ്ച പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിക്കും. സംസ്ഥാനത്തെ ആദ്യത്തെ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാലയാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിൽ ആരംഭിക്കുന്നത്. കേരള സർക്കാർ മുൻകൈയെടുത്ത് കൃഷി വകുപ്പിന്റെ കീഴിലാണ് ഈ കേന്ദ്രം ആരംഭിക്കുന്നതെന്ന് മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. ജീവാണു ജൈവ ഗുണനിയന്ത്രണശാല ആരംഭിക്കുന്നതോടെ പ്രാദേശികമായി ലഭിക്കുന്നതും വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദിക്കുന്നതുമായ ജൈവ ജീവാണു വളങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് മതിയായ പരിശോധനാ സൗകര്യങ്ങൾ ലഭ്യമാകും. ജൈവ ജീവാണു വളങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് കർഷകർ പരാതി പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു കേന്ദ്രം പട്ടാമ്പിൽ ആരംഭിക്കണമെന്ന ആവശ്യം മുഹമ്മദ് മോഹസിൻ MLA കൃഷിമന്ത്രിയോട് പങ്കുവച്ചത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കുമിൾനാശിനികളെയും രാസവളത്തെയും അമിതമായി ആശ്രയിക്കുമ്പോൾ അത് ഭക്ഷ്യവസ്തുക്കളെയും മണ്ണിനെയും ജലത്തെയും വിഷലിപ്തമാക്കുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജൈവകൃഷിക്ക് പ്രോത്സാഹനം നൽകുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജീവാണു വളപ്രയോഗം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതികൾ സ്വീകരിക്കുവാൻ കർഷകരും മുന്നോട്ട് വരുന്നത്. ജൈവ ജീവാണു കുമിൾനാശിനികളുടെയും ഗുണനിലവാരം പരിശോധിക്കുവാനും അവ വേണ്ട വിധം പ്രായോഗികമാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. ഈ മാസം 8-ന് ഓൺലൈൻ വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കൃഷിമന്ത്രി VS സുനിൽകുമാർ അധ്യക്ഷനായിരിക്കും. മറ്റു ജനപ്രതിനിധികളും ഓൺലൈൻ വഴി പങ്കെടുക്കും. ഇതോടെ CCN ചാനലിന്റെ പ്രാദേശിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.